സമയം രാവിലെ 9 മണി കഴിഞ്ഞു. വിശന്ന് തുടങ്ങിയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു കട നോക്കിയാണ് യാത്ര ചെയ്യുന്നത്. പെട്രോൾ വിൽക്കുന്ന പെട്ടിക്കടകൾ ഒരുപാട് കണ്ടെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലൊന്നും അധികം കണ്ടതുമില്ല. പിന്നെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷമാണ് നമുക്കൊരു ഹോട്ടൽ കാണാൻ കിട്ടിയത്. ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു. കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം ഇവിടെയൊക്കെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഫുഡ് ഉണ്ടാക്കി തുടങ്ങത്തുള്ളൂ. അരമണിക്കൂറിന് ശേഷം ഫുഡ് കിട്ടി. റൊട്ടിയും പരിപ്പ് കറിയും, 4 റൊട്ടിയും ഡാല് കറിയും കൂടെ 60 രൂപയാണ് ഒരു പ്ലേറ്റിന് വിലയായത്. ഫുഡ് കഴിച്ച് പുറത്തോട്ടിറങ്ങാൻ നേരമാണ് ഒരാൾ വാറ്റുചാരായം ഒഴിച്ച് കുടിക്കുന്നത് കണ്ടത്. രഹസ്യമായി കടക്കാരൻ തന്നെയാണ് ഇത് ഇവിടെ വിൽക്കുന്നതും. ഒരു ഗ്ലാസ് വാറ്റുചാരായത്തിന് ഇവിടെ 40 രൂപയാണ് വില ഈടാക്കുന്നത്. मंगुआ कितना है एक ग्लास? 40. ഇതാണൊക്കെ എല്ലാ ഹോട്ടലിലും ഇതാണൊക്കെ വാറ്റൊക്കെ ഉണ്ടാവും. അറിയത്തില്ല. ഇപ്പൊ ഇവിടെ കയറിയപ്പോ അവിടെ നാട്ടുകാരൊക്കെ വന്ന് മേടിച്ച് കുടിക്കുന്നതാണ്. അപ്പൊ ഞാനത് വിചാരിച്ച് വെള്ളം ആൾക്കാര് ഞാൻ ഗ്ലാസ്സിനെന്തോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തപ്പോ ഭയങ്കര സ്മെല്ല്, സഹിക്കാൻ വയ്യ സ്മെല്ല്. ഇതൊക്കെ ഉമ്മാർ എങ്ങനെ മേടിച്ച് കുടിക്കുന്നതാണ് മനസ്സിലാവാത്തെ. ഇതൊക്കെ ഒരു എന്താണ് ചേർക്കുന്നതെന്ന് അറിയാതെയാണ് രണ്ട് വിഷമൊക്കെ മേടിച്ച് ഇവിടെ എല്ലാം ഇതെല്ലാം സർവ്വസാധാരണമാണ്. അടുത്ത ബീഹാറിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മധ്യ ഇതാ ബാന, ഗുജറാത്ത് പോലെ തന്നെ ബാന. നമ്മളതിന് അതിർത്തി കയറുമ്പോ തന്നെ ഈത്തൊക്കെ ടാങ്കർ എത്രയോളം കൊണ്ടുവന്ന ടാങ്കർ അങ്ങോട്ട് കയറുമ്പോ തന്നെ ഒരു ഇലക്ട്രിക് ലോക്ക് ഇടും. ആ ഇലക്ട്രിക് ലോക്ക് ഇട്ട് ആ ഇലക്ട്രിക് ലോക്ക് കൊണ്ട് നമുക്ക് അകത്ത് പോകാൻ പറ്റും. ബീഹാറിനകത്ത് നമ്മൾ ഇലക്ട്രിക് ലോക്ക് ഇല്ലാണ്ട് പോയി പോലീസ് പിടിച്ചാൽ ഭയങ്കര ഫൈനാ. അവിടെ നമ്മൾ ലോഡ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഇത് തന്നെ സ്ഥിതി. നമ്മള് ലോക്ക് ഇട്ട് അതിന് എസ്കോർട്ട് കാണും. എസ്കോർട്ട് നമ്മൾ ഔട്ടർ കാണും. കാരണം നമ്മൾ ഇടയ്ക്ക് വെച്ചത് ആർക്കും എടുത്ത് കൊടുക്കുന്നത്. അവിടുത്തെ വാറ്റുകൾ എതിനോട് ചേർക്കുന്നതാണ്. എഥനോൾ പറഞ്ഞ സ്പിരിറ്റ് അല്ലേ, അത് വെച്ച് കുടിക്കാൻ പറ്റില്ല. കുടിച്ച ആള് മരിക്കും. അങ്ങനത്തെ സാധനം നമ്മൾ കൊണ്ടുവരുന്നത് ആള് മരിച്ചു, ആവെല്ലാം വെന്ത് പോകും. പക്ഷെങ്കിൽ സ്പിരിറ്റ് ആയ കാരണം ഇത് ലോക്ക് ഇട്ട് ഇലക്ട്രിക്കൽ GPS ലോക്ക് അവരുടെ കാലുണ്ട്, കാലിന് ഉപയോഗിച്ച തുറക്കുന്നത്. അത് അവിടെ പോലെ കാണിക്കായിരുന്നു. ഇപ്പൊ ഇന്നലെ ഒരു ലോക്ക് ഉണ്ട്, അതേ ടൈപ്പ് ലോക്ക. അതേപോലെ തന്നെ ലോക്ക് അവിടെ ഇടുന്നുണ്ട്, അവിടെ ഇട്ടുവിടും. അപ്പൊ അവിടെ ഇല്ലെന്ന് എവിടെ എത്ര ബാനും നിരോധനം ഉണ്ടെങ്കിലും അതിനെല്ലാം ഇത് ആവശ്യക്കാരന് അതിനുള്ള ഒരു എന്താ പറയുക വേറൊരു സൊല്യൂഷൻ കണ്ടുവെച്ചിരുന്നു. അവിടെ അതുകൊണ്ട് എന്തോ ഭയങ്കരമായി ചാരായം മാറ്റാൻ നടക്കുന്നത്. അതിനെ ഇപ്പൊ ബീഹാറുകാരൻ തന്നെ പറയുന്നത് പോയിസൺ എന്നാ പറയുന്നത്, വിഷമാണെന്നാ പറയുന്നത്. അപ്പൊ അത്ര അവിടെ എത്ര നിരോധനം ഉണ്ടെങ്കിലും ഇതെല്ലാം അവിടെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഇപ്പൊ കയറുമ്പോ കട കഴിക്കാൻ കയറിയപ്പോ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് അവർ കറി ചപ്പാത്തി റൊട്ടിയാണെങ്കിലും ഉണ്ടാക്കി നമ്മൾ നിൽക്കുമ്പോഴും ഉണ്ടാക്കിയത്. അവരുണ്ടാക്കി വെക്കത്തില്ല. നമുക്ക് വേണ്ടി 4 പേരുള്ള 5 പേരുള്ള 5 പേർക്കുള്ള കറി അതിനുള്ള റൊട്ടി ഉണ്ടാക്കി.